ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശ്രീഹരിയങ്കർത്ത. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് പുതിയ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെയാണ്, ഇൻഫിനിക്സ് ഹോട്ട് 8 എന്ന് പറഞ്ഞ ഫോണിൻ്റെ. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നമുക്കിത് പയ്യെ അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല പാക്കിങ് തന്നെയാണ് ഫ്ലിപ്കാർട്ടുകാർ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ, ഇൻഫിനിക്സ് ഹോട്ട് 8. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് പറയാം. പ്രൈസ് എന്ന് വെച്ചാൽ 6999 രൂപയാണ്. ഓഫറിലാണ്, 2000 രൂപ ഡിസ്കൗണ്ടിൽ. ഇപ്പോൾ ഓഫർ നിലവിലുണ്ട് ഒരു ദിവസത്തെ കൂടി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 8999 രൂപ കൊടുക്കണം. അപ്പോൾ 7000 രൂപയ്ക്ക് കിട്ടണ ബെസ്റ്റ് ഫോണാണിത്. ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ 5000 mAh ബാറ്ററി, 16.56 സെൻറ്റിമീറ്റർ HD+ ഡിസ്പ്ലേ, വാട്ടർ ഡ്രോപ്പ് നോച്ച്, ട്രിപ്പിൾ ക്യാമറ, ഡയറക്റ്റ് സൗണ്ട്, ആൻഡ്രോയിഡ് 9.05 അങ്ങനെ കുറേ അതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഇതാണ് ഈ ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 10,000 താഴെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ ധൈര്യമായിട്ട്. അപ്പോൾ 10,000 ഫോൺ പോലും ഇത്രയും സ്പെസിഫിക്കേഷൻ തന്നില്ല. 4 GB റാം, 64 GB ഇൻറ്റേർണലൊക്കെ ഉണ്ട്. അപ്പോൾ 10,000 ഫോണിലാണെങ്കിൽ 3 GB റാം, 32 ഇൻറ്റേർണലൊക്കെയാണ് കിട്ടാറുള്ളൂ. അപ്പോൾ 7000 രൂപയ്ക്ക് നമുക്ക് 4 GB റാം, ഡുവൽ ക്യാമറ, ട്രിപ്പിൾ ക്യാമറയാണ്, രണ്ട് ക്യാമറയും പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസറും ഉണ്ട്. നമുക്കിത് പയ്യെ ഓപ്പൺ ചെയ്യാം. പയ്യെ അങ്ങ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫോൺ തന്നെയാണ് മുകളിലിരിക്കുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് മെയിൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ടാഗ് ലൈനുണ്ട്, എ ലോട്ട് എക്സ്ട്രാ. അതായത് 7000 രൂപയ്ക്ക് ഇത്രയും കിട്ടുന്ന വേറൊരു ഫോണില്ല. അത് കറക്റ്റ് തന്നെയാണ്. നമുക്ക് ചുമ്മാ നോക്കാം. ബാക്കിൽ 3 ക്യാമറ, ഫിംഗർ പ്രിൻറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3 സെക്കൻഡ് പവർ ബട്ടൺ ഞെക്കി പിടിച്ചാൽ ഷട്ട് ഡൗൺ ചെയ്യാം, 10 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. പിന്നെ ബോക്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്മ് ഇടാനും മെമ്മറി കാർഡ് ഇടാനുള്ളൊരു കീയാണ്. പിന്നെ നമ്മുടെ ചാർജറാണ് വരുന്നത്. ചാർജർ എന്ന് വെച്ചാൽ 5 വോൾട്ട് 2 ആമ്പിയർ ആണ്. സാധാ ചാർജറാണ്, ക്വിക്ക് ചാർജറൊന്നുമല്ല. ഈ വിലയ്ക്ക് ക്വിക്ക് ചാർജർ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻഫിനിക്സ് ആണ്, കുറച്ച് ആളായിട്ടുള്ള കമ്പനി തന്നെയാണിത്. നിങ്ങൾ നോക്കുക, 5 വോൾട്ട് 2 ആമ്പിയർ. പിന്നെ അതിൻ്റെ കേബിളാണ്, USB കേബിളാണ്, സാധാ മൈക്രോ USB ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇതുണ്ട്, എക്സ് ക്ലബ്ബ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഫിനിക്സിൻ്റെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ സംഭവമുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ ഫയൽസിൻ്റെ ഒരു പേപ്പറുണ്ട്. അതായത് ഫയൽസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ഗൂഗിൾ ഫയൽസ്. അപ്പോൾ അതായിരിക്കും ഫയൽ മാനേജർ. പിന്നെ വന്നത് ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെയും കെയറിൻ്റെയും കസ്റ്റമർ കെയറിൻ്റെയൊക്കെ കുറച്ച് പേപ്പറാണ്. പിന്നെ അടുത്തത് എന്നതെന്ന് വെച്ചാൽ യൂസേഴ്സ് മാനുവലാണ്. ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയുള്ള യൂസേഴ്സ് മാനുവൽ. ഇൻഫിനിക്സ് X650C എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വന്നത് അതിൻ്റെ ബാക്ക് കവറാണ്. ബാക്ക് കവർ സാധാ ഒരു റബ്ബർ പോലെ സംഭവം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്.
പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, പിന്നെ സ്ക്രീൻ ഗാർഡും കൂടി ഇതിൽ തരുന്നുണ്ട്. എന്തോ ഒരു നല്ല സ്ക്രീൻ ഗാർഡാണെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. സ്ക്രീൻ ഗാർഡും തരുന്നുണ്ട്, നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രീൻ ഗാർഡും എൻ്റെ ഒപ്പം കിട്ടും. സാധാരണ ഒറ്റ ഫോണിൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സ്ക്രീൻ ഗാർഡ്. പിന്നെ നമുക്ക് പയ്യെ പറിച്ച് നോക്കാം. ഇപ്പോൾ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ബാക്കിൽ നമുക്ക് പീൽ ചെയ്ത് കളയാം. ബാക്കിൽ ഫിംഗർ പ്രിൻറ്റും 3 ക്യാമറയും. ആദ്യത്തെ ക്യാമറ 13, രണ്ടാമത്തെ 2, മൂന്നാമത്തേന്ന് വെച്ചാൽ സെൻസറാണ്, ലോ ലൈറ്റ് സെൻസർ, പിന്നെ ഫ്ലാഷും ബാക്കിലുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 8 MB ക്യാമറയും ഫ്ലാഷും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ സൈഡിലായിട്ട് പവർ ബട്ടണും, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം ബട്ടണുമാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് പോയി കഴിയുമ്പോൾ സിമ്മും മെമ്മറി കാർഡും ഇടാനുള്ളതാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഇടാം. അതായത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. പിന്നെ താഴെയായിട്ട് വന്നു കഴിയുമ്പോൾ മൈക്രോ USB-യുടെ ചാർജർ കുത്താനുള്ളതും 3.5mm ജാക്കും സ്പീക്കറും മൈക്കും ഉണ്ട്. ടോപ്പിലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഫോണിൽ വന്നത്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഫ്ലാഷ് ഉണ്ട്, LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇല്ല. അപ്പോൾ ചാർജ് ഫുള്ളാകുമ്പോൾ ഫ്ലാഷ് കത്തുന്നു മാത്രം. നമുക്ക് ഇത് ഓണാക്കി നോക്കാം. XOS ചീറ്റ എന്ന് പറഞ്ഞ വേർഷനാണ്. ഇൻഫിനിക്സിൻ്റെ തന്നെ OS ആണ്. OS അല്ല, UI എന്ന് പറയാം. OS ആൻഡ്രോയിഡ് 9.0 പൈ തന്നെയാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ബാറ്ററി റിമൂവ് ചെയ്ത ഫോൺ കേടാവും. പിന്നെ പവർ ബട്ടണിൽ 8 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഓണായി വൻ്റെ XOS ലോഞ്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. കാണാനൊക്കെ നല്ല ലുക്കുണ്ട്, അത്യാവശ്യം സ്മൂത്തൊക്കെയാണ്. എല്ലാ സാധനങ്ങളും പ്രീ ഇൻസ്റ്റാൾഡാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാധനങ്ങളും പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വണ്ടി. പിന്നെ എന്തെന്നാ ഗൂഗിൾ ഫോട്ടോസ് എല്ലാം ഉണ്ട്, മെസ്സഞ്ചർ. പിന്നെ XOSൻ്റെ കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ അതൊന്നും വലിയ ആവശ്യമില്ല, അത് കളയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ആപ്പൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, കുറേയൊക്കെ ഇൻബിൽഡാണ്, അത് കളയാൻ പറ്റില്ല. പിന്നെ ബാക്ക് പ്ലാസ്റ്റിക്കാണ്, പോളികാർബൺ. അപ്പോൾ സ്ക്രാച്ചസ് വീഴും, അപ്പോൾ നിങ്ങൾ ബാക്ക് കവർ യൂസ് ചെയ്യണം. ഫ്രണ്ടും സ്ക്രാച്ചസ് വീഴും, അപ്പോൾ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യണം എന്തായാലും. പിന്നെ വന്നത് ചാർജിങ് ആണ്. ചാർജിങ് എന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയാണ്. അപ്പോൾ പിന്നെ കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള കുറേ ആപ്പ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ. ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കാം. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ സിസ്റ്റത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ നോക്കാം. എബൌട്ട് ഫോൺ നോക്കുമ്പോൾ നമുക്കറിയാം ഡിവൈസ് നെയിം ഇൻഫിനിക്സ് ഹോട്ട് 8 ആണ്. മോഡൽ ഇൻഫിനിക്സ് X650C, XOS വേർഷൻ 5.0.2. പിന്നെ ആൻഡ്രോയിഡ് 9.05 പൈ ആണ്. പിന്നെ ബിൽഡിംഗ് നമ്പർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിവൈസ് ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ CPU കോർ കൗണ്ട് 8, CPU ഫ്രീക്വൻസി 2 GHz, ഇൻറ്റേർണൽ സ്റ്റോറേജ് 64, 4GB റാം. അപ്പോൾ ഹീലിയോ P22 പ്രോസസ്സറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ 720x1600 ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. പിന്നെ ക്യാമറ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ, AI ക്യാം. അപ്പോൾ ബാക്ക് ക്യാമറ എടുത്ത് ചെയ്യുമ്പോൾ വീഡിയോ, AI ക്യാം, ബ്യൂട്ടി, ബൊക്കെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എയർ ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ വെക്കുന്ന സംഭവം കേട്ടോ. ബൊക്കെ എന്ന് വെച്ചാൽ ബ്ലർ ചെയ്യണേ. എയർ ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ വയ്ക്കും നമ്മുടെ മുഖത്തൊക്കെ. പിന്നെ പനോരമ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ, AI ക്യാം, ബ്യൂട്ടി, പോർട്രേറ്റ്, എയർ ഷോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വൈഡ് സെലക്ട് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് പോയി കഴിയുമ്പോൾ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. 1080p ആണോ, 720p ആണോ, 480p ആണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ വോളിയം കീ ഞെക്കി കഴിഞ്ഞാൽ ഷട്ടർ കൊടുക്കണം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വന്നത് അത് തന്നെയാണ് സൈഡിലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നത് നമുക്ക് ഫ്ലാഷാണ്. ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഫ്രണ്ട് ഫ്ലാഷ്. പിന്നെ നമ്മൾ നോക്കാൻ പോണത് ഇനി ബാക്ക് ക്യാമറ നോക്കി കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിലും സെയിം ഓപ്ഷൻസ് തന്നെയാണ്. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ സെയിം സെറ്റിങ്സ് തന്നെയാണ്. പിന്നെ അതിൽ ഫ്ലാഷ് ഉണ്ട്. വലിയ സ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതിൽ ഫീച്ചർ എന്ന് വെച്ചാൽ മറ്റേ ഇതുണ്ട്, വൺ ഹാൻഡ് ഒറ്റ കൈ കൊണ്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതൊരു സൈഡിലായിട്ട് മാറി തരും. നമുക്ക് വൺ ഹാൻഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് ഞാൻ എനേബിൾ ചെയ്തല്ല, അതൊക്കെയാണ് നമുക്ക് എനേബിൾ ചെയ്യാം. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്. നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചാണ്. ഇനി പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്പീഡ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. മറ്റേ വൈഫൈ ഒക്കെ ഓൺ ആക്കണ നോട്ടിഫിക്കേഷൻ്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ നോക്കാം. ഐ കെയർ ഉണ്ട്, ഡയറാക്ട് സൗണ്ട് ഉണ്ട്. ഡയറാക്ട് എന്ന് വെച്ചാൽ ബൂസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഗെയിം മോഡ് ഉണ്ട്. വൺ ഹാൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ സാധനം എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, വൺ ഹാൻഡായിട്ട് അപ്പുറത്തെ കൈ വേണമെങ്കിൽ അപ്പുറത്തെ കൈ, ഇപ്പുറത്തെ കൈ വേണമെങ്കിൽ ഇപ്പുറത്തെ കൈ എൻഡ് ചെയ്യാം. പിന്നെ വാട്സാപ്പ് മോഡ്, അങ്ങനെ കുറേ മോഡുകൾ, ബാറ്ററി സേവർ, അങ്ങനെ കുറേ സംഭവങ്ങൾ സാധാരണ ഫോണിലുള്ള. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.